നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്മയ്ക്ക് മുന്നിൽ തിന്മയ്ക്ക് നിലനിൽപ്പില്ല എന്ന് ഇനിയെങ്കിലും എന്റെ മകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മാധവൻ നമ്പ്യാരെന്ന എന്റെ ശേഷിക്കുന്ന പെൺതരിയുടെ നാശമാകും അത്. ഓർത്തു വച്ചോ നീ. ആ ഡോക്ടറുടെ ഡോക്ടർ പോയല്ലോ. ദാ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. മീനാക്ഷിയുടെ കുഞ്ഞോ? മീനാക്ഷിയുടെ കുഞ്ഞോ? അതിന് മീനാക്ഷി പ്രസവിച്ചിട്ടില്ലല്ലോ. മറ്റാരുടെയോ ഒരു കുഞ്ഞിനെ അവള് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഇവിടെ അല്ലല്ലോ ഉള്ളത്, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്താ ആ കുഞ്ഞിനെ അച്ഛൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചിന്റെ കാര്യം ഞാനോ അച്ഛനോ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് ചെമ്പകമംഗലത്തിലെ കുഞ്ഞല്ലേ, അപ്പോ അത് അവിടെ തന്നെ കാണും. നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കൈവിട്ട കളികൾ കളിക്കുമ്പോ അത് ആരോടാണെന്നും പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ കുറിച്ചും നീ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അങ്ങനെ കൈവിട്ട കളികൾ കളിക്കുമ്പോ മറ്റ് ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കാനേ പാടില്ലല്ലോ അച്ഛാ. മാധവ മന്ദിരത്തിലെ ഈ നിൽക്കുന്ന മാധവ നമ്പ്യാർ എന്ന എന്റെ അച്ഛന് ഞാനുൾപ്പെടെ മക്കള് 3. അതിലിപ്പോ 2 പേര് ജീവിച്ചിരിപ്പില്ല. അതിന് കാരണക്കാരായവർ ചെമ്പകമംഗലത്തുള്ളവരാ. ഉണ്ടായിരുന്ന ഒരു ആൺതരി ഉൾപ്പെടെ 2 ജീവനുകൾ അവരെടുത്തത്. അങ്ങനെ വരുമ്പോ ഞാനല്ല, എന്റെ ഈ നിൽക്കുന്ന അച്ഛനാ പ്രതികാരവുമായി മുന്നിട്ടിറങ്ങേണ്ടത്. അച്ഛൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാ ഞാൻ മുന്നിൽ നിന്ന് പോരാടുന്നത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പകയുമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? അതിന് എനിക്ക് പകയാണെന്ന് അച്ഛനോട് ആരാ പറഞ്ഞ്? പകയല്ല, തിരിച്ചറിവ. കാർത്തിക് എന്ന് പറയുന്നവൻ എന്റെ സഹോദരന്റെ മകനായിരിക്കും. അവന്റെ രക്തത്തിൽ കൂടുതൽ കലർന്നിരിക്കുന്നത് ചെമ്പകമംഗലത്തുള്ളവർ കൊത്തിവെച്ചിരിക്കുന്ന വിഷവാ. അതുകൊണ്ട് ഞാൻ അവനെ മുന്നേ തള്ളിക്കളഞ്ഞു. പക്ഷെ മീനാക്ഷി, അവൾക്കെവിടെയോ അച്ഛന്റെ മകളുടെ, അതായത് എന്റെ അനുജത്തി മാധുരിയുടെ നന്മകൾ അവളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ചെമ്പകമംഗലത്തെ നന്ദിനിയുടെ വളർത്തുമകളായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കൊരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ ഞാനുണ്ട്. അങ്ങനെ സ്നേഹം കൊടുത്തും വാങ്ങിയും മീനാക്ഷി ജീവിക്കേണ്ടത് ഇവിടെയാ. അവളെ നീ എത്ര അധികം സ്നേഹിച്ചാലും അവൾ ഇവിടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാധുരിയുടെ സ്നേഹം ഒരിക്കലും നിനക്ക് കൊടുക്കാൻ പറ്റില്ല. സ്വന്തം അമ്മയല്ലേ എപ്പോഴും വലുത്. അത് ഞാൻ അംഗീകരിച്ചു തരാം. അത് ഞാൻ അംഗീകരിക്കുന്ന പോലെ തന്നെ മൈഥിലിയുടെ കുഞ്ഞിന് ഒരിക്കലും മീനാക്ഷി അമ്മയാവില്ല എന്ന സത്യം കൂടി അച്ഛൻ അംഗീകരിക്കണം. വല്ലവരുടെയും കുഞ്ഞിന്റെ പോറ്റമ്മയായി ജീവിത അവസാനം വരെ ചെമ്പകമംഗലത്തെ മരുമകളായി നിന്ന് അവിടുത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ജീവിക്കേണ്ടവളല്ല മീനാക്ഷി. ഞാൻ പറയുന്ന ആളെ മീനാക്ഷി വിവാഹം കഴിക്കണം. അതിലുണ്ടാവുന്ന ആദ്യത്തെ കുഞ്ഞ് അതാ മാധവ മന്ദിരത്തിലെ അനന്തരാവകാശി. അച്ഛന് നല്ല സംശയമുണ്ടല്ലേ ഇതൊക്കെ നടക്കൂന്ന്? എന്നാൽ അത് വേണ്ട. ഞാൻ പറഞ്ഞതൊക്കെ നടത്തിയെടുക്കാനുള്ള സാമർഥ്യം ഇന്ദ്രജിക്കുണ്ട്. ഒരാവശ്യവും ഇല്ലാത്ത, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പശ്ചാത്താപം അച്ഛന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. ഈ പശ്ചാത്താപം അവസാനം കൊണ്ടെത്തിക്കുന്നത് ഈ കുടുംബത്തിന്റെ നാശത്തിലേക്കായിരിക്കും. അച്ഛന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഞാനിപ്പോ പറഞ്ഞതൊന്നും അച്ഛന്റെ മനസ്സിലിരിക്കില്ലെന്ന്. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയാ അച്ഛന് തോന്നും ഇതൊക്കെ ആരോടെങ്കിലും പറയണമെന്ന്. അങ്ങനെ തോന്നിയാലും അതിനുള്ള വഴികൾ അടയ്ക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞു. ഇനി ഇക്കാര്യം മറ്റാരും അറിയുകയും ചെയ്യരുത്.
എവിടെയാണോ ഞാൻ ഇതൊക്കെ ഒളിക്കുന്നത് അവരുടെയൊക്കെ നമ്പറുണ്ട് അച്ഛന്റെ ഈ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ. ചിലപ്പോഴേ അച്ഛന് തോന്നിയാലോ അവരെയൊക്കെ അറിയിക്കണോന്ന്. അതുകൊണ്ട് തൽക്കാലം ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ക്ഷമിക്കണോ അച്ഛ? ഇത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ഇങ്ങനെ എന്റെ മുന്നിൽ നിശബ്ദനായിരിക്കേണ്ട ആളല്ല എന്റെ അച്ഛൻ. 2 മക്കളെ കൊന്നവരോടുള്ള പക, അതാവണം അച്ഛന്റെ മനസ്സ് മുഴുവൻ. അച്ഛന്റെ ഈ നിശബ്ദതയാ എന്നെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. മക്കളെ അച്ഛൻ മറന്നാലും കൂടപ്പിറപ്പുകളെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്റെ നിശബ്ദതയുടെ കാരണം 3 മക്കളിൽ 2 പേര് പോയി. ഇനിയുള്ള ഒരെണ്ണം നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാ. എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാലും നീ ചെയ്യുന്നത് അന്യായം തന്നെയാണ്. അങ്ങനെ അന്യായം ചെയ്യുന്നവർക്കെതിരായി ഒരവതാരമുണ്ടാകാറുണ്ട് എപ്പോഴും. നന്മയ്ക്ക് മുന്നിൽ തിന്മയ്ക്ക് നിലനിൽപ്പില്ല എന്ന് ഇനിയെങ്കിലും എന്റെ മകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മാധവൻ നമ്പ്യാരെന്ന എന്റെ ശേഷിക്കുന്ന പെൺതരിയുടെ നാശമാകും അത്. ഓർത്തു വച്ചോ നീ. നല്ലൊരു ഉദ്യമത്തിനായതുകൊണ്ട് ചില എത്തിക്സുകൾ നമ്മൾ മറക്കുമല്ലോ. അതിനായി ഒരു കൊച്ചു കണ്ണടയ്ക്കൽ മറക്കില്ല ഡോക്ടർ. ആരാ? ഞാനൊരു ഡോക്ടറാ, ഇവിടുന്ന് വിളിച്ചിട്ട് വന്നത്. വെയിറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.